ഹലോ, അടിപൊളി ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹാപ്പി ന്യൂസ് ആണ്. ചെറിയൊരു വിഷമം അതിനകത്തുണ്ട്, എന്നാലും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ +2 മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് മക്കളെ. ഒരു ചെറിയ സന്തോഷം തോന്നില്ലേ? ചെറിയൊരു പേടി ഉള്ളിലുണ്ടാവും, പക്ഷെ എന്നാലും ക്രിസ്മസ് എക്സാം ഒക്കെ എജുപോർട്ടിന്റെ കൂടെ അടിപൊളിയായിട്ട് എഴുതിയതുകൊണ്ട് എങ്ങനെയായിരിക്കും മോഡൽ എക്സാം എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പഠിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം ഇതാ, പഠിക്കണം, നമ്മൾ പഠിച്ചു തുടങ്ങണം. കാരണം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഏറ്റവും വിഷമുള്ള കാര്യം എനിക്ക് അതിനകത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ? ഓക്കെ, നമ്മുടെ 15-ാം തീയതി ഫെബ്രുവരി 15-ന് നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വിഷമുള്ള കാര്യം മാത്രം എന്താണെന്നറിയോ? 2 എക്സാം വരുന്നുണ്ട് ഒരു ദിവസം. രാവിലെ ഒരു എക്സാം, ഉച്ചയ്ക്ക് ഒരു എക്സാം. ഇപ്പൊ നോക്ക്, 15-ന് തേഴ്സ്ഡേ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യോളജി വെച്ചിട്ടാണ്. ആർക്ക്? നമ്മുടെ ഹ്യൂമാനിറ്റീസിന്റെ കുട്ടികൾക്ക് സോഷ്യോളജി വെച്ചിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കൊമേഴ്സിന്റെ കുട്ടികൾക്ക് അന്ന് രാവിലെ അവർ ഫ്രീ ആണ്. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാം ഉണ്ട്. ഇത് നമ്മുടെ ഹ്യൂമാനിറ്റീസിന്റെ കുട്ടികൾക്കുണ്ട്, കൊമേഴ്സിന്റെ കുട്ടികൾക്കുണ്ട് അല്ലെ. 16-ാം തീയതി രാവിലെ എന്താണ്? മാത്സിന്റെ എക്സാം ആണ്. അന്ന് ഉച്ചയ്ക്ക് എക്കണോമിക്സ് എക്സാം ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിന്റെ കുട്ടികൾക്ക് വളരെ റിലാക്സ്ഡ് ആണ്. കാരണം അവർക്ക് അന്ന് ഒരു എക്സാം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ എക്കണോമിക്സ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ കൊമേഴ്സിന്റെ കുട്ടികളെ സംബന്ധിച്ച് മാത്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും രാവിലെ മാത്സിന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ എക്കണോമിക്സിന്റെ എക്സാമും ഉണ്ട്. സാരില്ല അല്ലേ, മോഡൽ എക്സാം അല്ലേ, നമുക്ക് ഉഷാറായിട്ട് അത് പ്രിപ്പയർ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി 16 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 19-ാം തീയതി മൺഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ട്. ഇൻ ബിറ്റ്വീനുള്ള ടൈം നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. മൺഡേ രാവിലെ ഏതാ വരുന്നത്? ജോഗ്രഫി അല്ലെങ്കിൽ അക്കൗണ്ടൻസി ആണ് നമുക്ക് വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള 2 സബ്ജക്റ്റ് ആണ്. ഏത്? നമ്മുടെ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിയും. ഇനി അന്ന് ഉച്ചയ്ക്ക് ഏതാടാ വരുന്നത്? പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഏതായാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത 2 സബ്ജക്റ്റ് ആണ്. നമ്മൾ ഉഷാറായിട്ട് അത് എഴുതുക തന്നെ ചെയ്യും. എല്ലാവർക്കും അന്ന് എക്സാം ഉണ്ട്. അതായത് കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും രാവിലെ ഉച്ചയ്ക്കും അന്ന് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് 20-ാം തീയതിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രാവിലെ നമുക്ക് ഇംഗ്ലീഷ് ആണ്, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പാർട്ട് 2 ലാംഗ്വേജ് ആണ്. കുഴപ്പമില്ല, ഒരു കംപ്ലീറ്റ് ഡേ നമുക്ക് ലാംഗ്വേജിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഫൈനൽ ഡേ, അതായത് 21-ന് നമുക്ക് വരുന്ന എക്സാം ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ആണ്. അപ്പൊ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. നിങ്ങളുടെ വാലന്റൈൻസ് ഡേ ഒന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 15-ാം തീയതി എക്സാം ആണ് അല്ലേ. പക്ഷെ കുഴപ്പമില്ല, 2 ദിവസം മുന്നേ ആണല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. കൂടെ നമുക്ക് നമ്മുടെ മോഡൽ എക്സാമും സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ ക്രിസ്മസ് എക്സാം നമ്മൾ ഉഷാറാക്കിയതുപോലെ നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ മോഡൽ എക്സാമിനും എജുപോർട്ടിന്റെ കൂടെ നിൽക്കണം. എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. പ്രാക്ടിക്കൽ എക്സാം ഒക്കെ വരാനുണ്ട്. അതിന്റെ കൂടെ മോഡൽ എക്സാമും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ എക്സാം എഴുതുന്നു. അപ്പൊ ദാ ടൈം ടേബിൾ സേവ് ചെയ്ത് വെക്കുക. ടൈം ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്ന് മാറിത്തരാം. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുകൂടാതെ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ ടേബിളിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. പ്ലാൻ ചെയ്യുക. വലിയ പ്ലാനിങ്ങുകളുമായിട്ട് സർപ്രൈസസുമായിട്ട് എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ വരും. അപ്പോൾ ന്യൂ ഇയർ അടിപൊളിയാക്കുക. ക്രിസ്മസ് അടിപൊളിയായിരുന്നു. മോഡൽ എക്സാമും നമ്മൾ തകർക്കാൻ പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം.